കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 5th സെമസ്റ്റർ BA എക്കണോമിക്സുകാരുടെ കോർ കോഴ്സായിട്ടുള്ള ഫിസിക്കൽ എക്കണോമിക്സിലെ മൊഡ്യൂൾ 4 ആയിട്ടുള്ള പബ്ലിക് ഡെപ്റ്റ് ആൻഡ് ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 3 മൊഡ്യൂളുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റും. സോ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുക. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BA എക്കണോമിക്സിൽ 5th സെമസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞ പോലെ പബ്ലിക് ഡെപ്റ്റ് ആൻഡ് ബഡ്ജറ്റ് എന്നാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളുടെ പേരെന്ന് പറയുന്നത്. സോ എന്താണ് പബ്ലിക് ഡെപ്റ്റ്, എന്താണ് ബഡ്ജറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മീനിങ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. Public debt refers to the loans that a government obtain either from domestic or international sources when its expenditures exceeds its revenue. അതായത് പൊതു കടം, അതായത് പബ്ലിക് എന്താണ്, ഗവൺമെൻറ് ആണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ്, അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കടത്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, അവരുടെ റവന്യൂവിനേക്കാളും എക്സ്പെൻഡിച്ചർ കൂടുന്ന സമയത്ത് ഡൊമസ്റ്റിക് എന്നോ ഇൻ്റർനാഷണൽ സോഴ്സസ് എന്നോ എന്ത് ചെയ്യാണ്, കടം വാങ്ങുകയാണ്, ലോണുകൾ എടുക്കുകയാണ്. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഈ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സോഴ്സസ് നിന്ന് മണി ബോറോ ചെയ്യുക എന്ന് പറയുന്നത്. സോ അത് തീർത്തും അവരുടെ ഒരു ബഡ്ജറ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫിനാൻസിലുണ്ടാവുന്ന വേരിയസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, പ്രോഗ്രാംസിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇങ്ങനെ മണി ബോറോ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പബ്ലിക് ഡെപ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് റവന്യൂ ലൈക്ക് ടാക്സസ്. അതായത് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് റവന്യൂ അല്ല. ഇപ്പം നമ്മൾ ടാക്സ് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഗവൺമെൻറ്റ്സ് ഇൻ്റർഡെപ്റ്റഡ്നെസ്. അതുപോലെ തന്നെ ദ കൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഹാസ് ഇവോൾവ്ഡ് ഓവർ ദ പാസ്റ്റ് ഫ്യൂ കൺട്രീസ്, become a significant aspect of government finance. Governments borrow money to meet their financial obligations. അതായത് ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മണി ബോറോ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിന് വേണ്ടിയിട്ടും. ആൻഡ് ദോസ് ലോൺസ് ക്യാൻ കം ഫ്രം വേരിയസ് സോഴ്സസ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡൊമസ്റ്റിക് ബാങ്കുകളിൽ നിന്ന്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളൊക്കെ തന്നെ സെയിൽ ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെയാണ്. അതായത് ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ഉണ്ടാവുന്നത്, പബ്ലിക് ഡെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് മണി ബോറോ ചെയ്യുന്നത്. എന്താണ് ഈ പബ്ലിക് ഡെപ്റ്റിൻ്റെയും പ്രൈവറ്റ് ഡെപ്റ്റിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ് പൊതുവായിട്ടുള്ള കടവും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന് കമ്പൽഷൻ ഓഫ് ലെൻഡ് എന്ന് പറയുന്നത്. പബ്ലിക് ഡെപ്റ്റിൽ ദ ഗവൺമെൻറ് ക്യാൻ compel its citizens to lend money through various means including taxation and issuance of government bonds. അതായത് മണി ലെൻഡ് ചെയ്യുന്നതിൽ പബ്ലിക് ഡെപ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിറ്റിസൺസിൻ്റെ മേലിൽ എന്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ടാക്സാഷനും അതുപോലെ തന്നെ ഗവൺമെൻറ് ബോർഡ്സൊക്കെ തന്നെ ഇഷ്യൂ ചെയ്യുന്നതിലൊക്കെ കൂടി തന്നെ പബ്ലിക് ഡെപ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിന് കമ്പൽ ചെയ്യാൻ പറ്റും സിറ്റിസൺസിന്. പക്ഷേ പ്രൈവറ്റ് ഡെപ്റ്റിനെ സംബന്ധിച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കനോട്ട് ഫോഴ്സ് ടു കമ്പൽ അതേഴ്സ് ടു ലെൻഡ് ദം മണി. അതായത് പ്രൈവറ്റ് ഡെപ്റ്റിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ മേലിലൊരു കമ്പൽഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ബോറോവിങ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ഈസ് ടിപ്പിക്കലി എ വോളണ്ടറി അറേഞ്ച്മെൻറ്റ്. ഈ ലോൺ ഡ്യൂറേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് പബ്ലിക് ഡെപ്റ്റിലും പ്രൈവറ്റ് ഡെപ്റ്റിലും ലോണിൻ്റെ ഡ്യൂറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റ്സ് ക്യാൻ ബോറോ ഫോർ ലോങ് ആൻഡ് പീരിയഡ്സ് ഓഫൺ ഇഷ്യൂയിങ് ബോണ്ട്സ് വിത്ത് മെച്യൂരിറ്റി സ്പാനിങ് സെവറൽ ഇയേഴ്സ്. അതായത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈം പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗവൺമെൻറ് ബോറോ ചെയ്യുന്നുണ്ടാവുക. അതൊരു നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഒരുപാട് കാലത്തേക്ക് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കൂട്ടിക്കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് പറ്റും. പക്ഷേ പ്രൈവറ്റ് ഡെപ്റ്റിനെ സംബന്ധിച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് യൂഷ്വലി ബോറോ ഫോർ ഷോർട്ടർ പീരിയഡ്സ് സച്ച് ആസ് പേഴ്സണൽ ലോൺസ്, ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ്സ് വിച്ച് മേക്ക് റിലേറ്റീവ്ലി ഷോർട്ടർ റീപേയ്മെൻറ്റ്സ് ടേംസ്. അതായത് പ്രൈവറ്റ് ഡെപ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇൻഡിവിജ്വൽസ് ബോറോ ചെയ്യുന്നത് ഷോർട്ടർ പീരീഡിലേക്കായിരിക്കും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ലോണുകളും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡെപ്റ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും, ഷോർട്ടർ ആയിരിക്കും. അതിന് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം, അത് റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഈ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നതിൽ പർപ്പസ് ഓഫ് ബോറോവിങ്ങിനെ കുറിച്ചിട്ടാണ്. പബ്ലിക് ഡെപ്റ്റിൽ ഗവൺമെൻറ് ബോറോ ചെയ്യുന്നത് ഡയറക്റ്റഡ് ടുവേർഡ്സ്
ഈ ഒരു പ്രൊഡക്റ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്, സോഷ്യൽ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്, എക്കണോമിക് സ്റ്റിമുലൻസിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സിനോ അല്ലെങ്കിൽ സോഷ്യൽ പ്രോഗ്രാംസൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് മണി ബോറോ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ പ്രൈവറ്റ് ഡെപ്റ്റിനെ സംബന്ധിച്ച് അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്തിനു വേണ്ടിയിട്ടാണ് ഫണ്ടൊക്കെ ബോറോ ചെയ്യുന്നുണ്ടാവുക, അതായത് അവരുടെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. പ്രൊഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. നോൺ പ്രൊഡക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അവരെ കടമെടുക്കുന്നുണ്ടാവുക. ഇനി സോഴ്സസ് ഓഫ് ബോറോവിങ്ങിൻ്റെ ബേസിസിലുള്ളൊരു ഡിഫറൻസ് ആണ്. പബ്ലിക് ഡെപ്റ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റ്സ് ക്യാൻ ബോറോ ഫ്രം ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിൽ നിന്നും, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ തന്നെ ഗവൺമെൻറ്റിന് കടം എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഗവൺമെൻറ്റിന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഒരു ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒരുപാട്, അതായത് ഡൊമസ്റ്റിക്കും എക്സ്റ്റേണലായിട്ടുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. പ്രൈവറ്റ് ഡെപ്റ്റിനെ സംബന്ധിച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ടിപ്പിക്കലി ബോറോ ഫ്രം ഡൊമസ്റ്റിക് സോഴ്സസ് സച്ച് as ബാങ്ക്സ്, ക്രെഡിറ്റ് യൂണിയൻസ് ഓർ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ്. അതായത് ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ കൺട്രീസിൽ നിന്നൊക്കെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ബോറോ ചെയ്യാൻ, കടം എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്, അതായത് ഇങ്ങനെ ബോറോ ചെയ്യുന്ന ഫണ്ട് ഏത് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. പബ്ലിക് ഡെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ബോറോവിങ് ഈസ് ഓഫൺ എയിംഡ് അറ്റ് ഫണ്ടിങ് പ്രൊജക്ട്സ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് ഫോർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ആസ് എ ഹോൾ. അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, പീപ്പിളിന് വേണ്ടിയിട്ട്, അവരുടെ ഡെവലപ്മെൻറ്റിനും വെൽഫെയറിനും ഒക്കെ വേണ്ടിയിട്ടാണ്, അത് ഒരുപാട് പ്രൊജക്റ്റുകൾക്കും പ്രോഗ്രാംസിനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു ഡെപ്റ്റ്, ഈ കടം എടുത്തിരിക്കുന്ന പൈസ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് ഡെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ഡെപ്റ്റ്സ് മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ് ഫോർ ബ്രോഡർ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഓഫൺ സെർവ്സ് ഇൻഡിവിജ്വൽ ഓർ സ്പെസിഫിക് ബിസിനസ് നീഡ്സ്. ചിലപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചെന്ന് വരാം, പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വലിനും അവരുടെ ബിസിനസ്, സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് നീഡ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൈവറ്റ് ഡെപ്റ്റ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ഡെപ്റ്റ് ആൻഡ് പ്രൈവറ്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത് നോക്കുന്നത് ടൈപ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് ആണ്. ഈ പൊതുകടത്തിൻ്റെ പലതരത്തിലുള്ള ടൈപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ്. ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ദിസ് റെഫേഴ്സ് ടു ലോൺസ് റേസ്ഡ് വിത്തിൻ എ കൺട്രി ഓഫൺ ബൈ ദ ഗവൺമെൻറ് ഫ്രം ഇറ്റ്സ് ഓൺ സിറ്റിസൺസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിക്കുള്ളിൽ തന്നെ കടം വാങ്ങുന്ന രീതിയാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ സിറ്റിസൺസെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ലോണുകൾ എടുക്കുന്നുണ്ടാവുക. എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഓൺ ദി അതർ ഹാൻഡ് റെഫേഴ്സ് ടു ദ ഒബ്ലിഗേഷൻസ് ഓഫ് എ കൺട്രി ടു ഫോറിൻ ഗവൺമെൻറ്റ്സ്, ഫോറിൻ നേഷൻസ് ഓർ ഫോറിൻ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് കൺട്രിയുടെ പുറത്ത് നിന്നും, ഔട്ട്സൈഡിൽ നിന്നും ബോറോ ചെയ്യുന്നതിനെ, കടം വാങ്ങുന്നതിനാണ് എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുക. അതിലിപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫോറിൻ നേഷൻസോ ഫോറിൻ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഫോറിൻ ഗവൺമെൻറ്റ്സെന്നോ ഒക്കെ തന്നെയായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ലോൺ എടുക്കുന്നുണ്ടാവുക. ഈ രണ്ടാമത്തെ പറയുന്നത് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്. ഈ പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ലോൺസ് യൂസ്ഡ് ഫോർ പ്രൊജക്ട്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ജനറേറ്റ് ഇൻകം ഓർ കോൺട്രിബ്യൂട്ട് ടു ദ കൺട്രീസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് റെയിൽവേയിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചറിലും പവർ ജനറേഷനിലും അതുപോലെ ഹെവി ഇൻഡസ്ട്രീസ് ലൈക്ക് സ്റ്റീൽ, സിമൻറ്റ് എന്നിവയിലൊക്കെ തന്നെ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ ഒരു കടം എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്കാണ്. അതായത് ഒരുപാട് പ്രൊജക്റ്റുകളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും കൊടുക്കുന്നതിനാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ തന്നെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, കൺട്രിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് പ്രൊഡക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇതിന് നേരെ തിരിച്ചായിരിക്കും അൺപ്രൊഡക്റ്റീവ്. അതായത് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ് ഈസ് ഇൻകേർഡ് ഫോർ പർപ്പസ് ദാറ്റ് ഡു നോട്ട് ഈൽഡ് ഇൻകം ഓർ ആഡഡ് ടു ദ കൺട്രീസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് include debt taken on for war financing, famine reliefs, drought management. Such as debt is often considered as a burden of the country's finances. അതായത് ഒരു കൺട്രിയുടെ ഫിനാൻസിങ്ങിലേക്ക് ഒരു ബേർഡൻ, ഒരു ഭാരം എന്നുള്ള നിലയിൽ വരുന്ന ഡെപ്റ്റുകളെയാണ് പറയുന്നത് അൺപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡ്രോട്ട് മാനേജ്മെൻറ്റ് ആവുക, അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ കാര്യം വരുന്നത്, അല്ലെങ്കിൽ വാറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ ഡെപ്റ്റ് എന്താണെന്നുള്ള കാര്യമാണ്. ഇതിൽ കുറച്ച് നമ്പർ ഇട്ടിരിക്കുന്നതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. സോ റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നതിൽ ദീസ് ആർ ലോൺസ് ഫോർ വിച്ച് ദ ഗവൺമെൻറ്റ്സ് കമ്മിറ്റ്സ് ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് ദ ഫ്യൂച്ചർ ഡേറ്റ്. അതായത്
ദ ഗവൺമെൻറ്റ്സ് മസ്റ്റ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ദീസ് ലോൺസ്. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഡെപ്റ്റ് എന്ന് പറയുന്നത് റിഡീമബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ തന്നെ ഫ്യൂച്ചറിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റിൽ എന്ത് ചെയ്യുന്നതാണ്, അത് കൊടുത്തിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ റെഡി ആക്കിയിട്ടുണ്ടാവണം. അതിനാണ് റിഡീമബിൾ എന്ന് പറയുന്നത്. ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് റെഫേഴ്സ് ടു ലോൺസ് ഓർ വിച്ച് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് നെവർ റീപെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓൾസോ ഇറ്റ് കണ്ടിന്യൂസ് ടു പേ ദ ഇൻട്രസ്റ്റ് റെഗുലർലി. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കേണ്ട, അതായത് അത് കൊടുക്കേണ്ട അത്രയ്ക്ക് ആവശ്യം വരുന്നില്ല, പക്ഷേ ഇൻട്രസ്റ്റ് റെഗുലറായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ഈ ഒരു ബോറോഡ് പ്രിൻസിപ്പിൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു രീതിയാണ് ഇറഡീമബിൾ ഡെപ്റ്റ്സ് എന്നും കൂടി പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡെപ്റ്റാണ്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ 2 മാർക്ക് ക്വസ്റ്റനൊക്കെ ചോദിക്കാവുന്നതാണ്. സോ അപ്പോൾ ഷോർട്ട് ടേം ഡെപ്റ്റിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഡെപ്റ്റ്സ് ടിപ്പിക്കലി ഹാസ് എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് 3 to 9 months. അതായത് ഒരു 3 മാസം മുതൽ 9 മാസം വരെയാണ് ഈ ഷോർട്ട് ടേം ഡെപ്റ്റിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻക്ലൂഡ്സ് ട്രഷറി ബിൽസ്, ലോൺസ് ഫ്രം സെൻട്രൽ ബാങ്ക്സ്. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യണം, ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അതിന് 3 to 9 months വരെ ആയിരിക്കും അതിന് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഡെപ്റ്റ് അടച്ച് തീർത്തിട്ടുണ്ടാവണം. ഇനി ലോങ് ടേം ഡെപ്റ്റിനെ സംബന്ധിച്ച് ലോങ് ടേം ഡെപ്റ്റ് ഹാസ് എ റീപേയ്മെൻറ്റ് പീരീഡ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് 10 years or more. അതായത് ഈ ലോങ് ടേം എന്ന് പറയുമ്പോൾ 10 വർഷത്തിൻ്റെ മുകളിലേക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ലോൺ കിട്ടുകയാണ്. സച്ച് ലോൺസ് ജനറലി ക്യാരി ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. അപ്പോൾ ഇത്രയും വർഷത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഹയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളും ഉണ്ടാവും. മീഡിയം ടേം ഡെപ്റ്റ് ഫെയിൽസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡെപ്റ്റ്സ് ഇൻ ടേംസ് ഓഫ് ദ റീപേയ്മെൻറ്റ് പീരീഡ്. അതായത് ഇതിലൊരു മീഡിയം ടേം എന്നുള്ളൊരു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് ടേമിൻ്റെയും ലോങ് ടേമിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് ഈ മീഡിയം എന്ന് പറയുന്നത്. അതിനും ഇതുപോലെ തന്നെ റീപേയ്മെൻറ്റ് പീരീഡ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഫണ്ടഡ് ആൻഡ് അൺഫണ്ടഡ് ഡെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടഡ് ഡെപ്റ്റ് റെഫേഴ്സ് ടു ലോങ് ടേം ഡെപ്റ്റ്സ് വിത്ത് എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 year ഓർ ഇൻ സം കേസസ് ദേ മെ നോട്ട് ബി റിഡീമബിൾ അറ്റ് ഓൾ. There is a clear agreement for repayment and the government maintain a fund to secure the money and meet repayment obligations. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഫണ്ടഡ് ഡെപ്റ്റിന് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം ഡെപ്റ്റ് എന്നുള്ള രീതിയിലും അതിൽ അറ്റ്ലീസ്റ്റ് 1 year ആയിരിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റീപേയ്മെൻറ്റിൻ്റെ സംഭവത്തിൽ ഒരു ക്ലിയർ എഗ്രിമെൻറ്റ് അവർക്കുണ്ടാവും. അതായത് ഇന്ന സമയത്തിനുള്ളിൽ ഇത് നമ്മൾ റീപേ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ക്ലിയർ എഗ്രിമെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും ഗവൺമെൻറ് ആ ഒരു കാര്യത്തിൽ വളരെയധികം ജാഗരൂകരായിരിക്കാന്ന് പറയില്ല, അതുപോലെ ഒരു എപ്പോഴും അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു ഫണ്ടൊക്കെ അവരുടെ കയ്യിലുണ്ടാക്കി വയ്ക്കും. ഇനി അൺഫണ്ടഡ് ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ on the other hand, in debt that is repayable within 1 year or has a short-term maturity, treasury bonds with short durations such as 3 or 6 months fall under this category. അതായത് ഇതിൽ അൺഫണ്ടഡ് ഡെപ്റ്റിൽ പറയുന്നത് ട്രഷറി ബോണ്ട്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഷോർട്ട് ടേം ഡ്യൂറേഷൻസിലേക്കുള്ള ട്രഷറി, അതായത് 3 to 6 months വരെയുള്ള ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ട്രഷറി ബോണ്ട്സിനെയാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതെന്നും പറയുന്നത് എന്തായിരിക്കും, ഇത് റീപേയബിൾ ആണ് ഒരു 1 yearൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അതിനേക്കാളും ഹാസ് എ ഷോർട്ട് ടേം മെച്യൂരിറ്റി ഉള്ള ഒന്നാണ് അൺഫണ്ടഡ് എന്ന് പറയുന്നത്. ഇനി വോളണ്ടറി ആൻഡ് കമ്പൽസറി ഡെപ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ക്വസ്റ്റൻ ആണ്. എന്തായാലും 2 മാർക്കിന് ചോദിക്കാം എന്താണ് വോളണ്ടറി ഡെപ്റ്റ് അല്ലെങ്കിൽ കമ്പൽസറി ഡെപ്റ്റ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താണ് വോളണ്ടറി ഡെപ്റ്റ് എന്നാണ്. Voluntary debt is a debt that individuals willing subscribe to without legal enforcement. People voluntarily and are willing to choose invest in government loans based on their own accord, എബിലിറ്റി, വിൽ ആൻഡ് കൺവീനിയൻസ്. അതായത് ഒരു വോളണ്ടറി ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ വില്ലിങ്നെസ് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഒരു ലീഗലായിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു കാര്യവുമില്ലാതെ തന്നെ, അതായത് ഒരാളെയും ഫോഴ്സ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാം. അതായത് ലോ ആൻഡ് ഓർഡർ വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാത്ത രീതിയിലും പീപ്പിൾ എന്ത് ചെയ്യും, വോളണ്ടറി ആയിട്ടും അവരുടെ അതിൻ്റേതായിട്ടുള്ള വില്ലിങ്നെസ്സിനനുസരിച്ചിട്ടും അവരെ ഗവൺമെൻറ് ലോൺസിലൊക്കെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഒരു എന്താ പറയുക, അവരുടേതായിട്ടുള്ള ഒരു അക്കോർഡൻസും അതുപോലെ എബിലിറ്റിക്കും അവരുടെ വില്ലിനും അനുസരിച്ച് കൺവീനിയൻസിന് അനുസരിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡെപ്റ്റിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇനി കമ്പൽസറി ഡെപ്റ്റ് എന്ന് പറയുന്നത്, കമ്പൽസറി ഡെപ്റ്റ് ഇംപ്ലൈസ് എ ലെവൽ ഓഫ് ഫോഴ്സ് ഓർ ലീഗൽ ഒബ്ലിഗേഷൻസ്. നമ്മൾ വോളണ്ടറി ഡെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിത്തൗട്ട് ലീഗൽ എൻഫോഴ്സ്മെൻറ്റോട് കൂടിയിട്ടാണ്, ആളുകളുടെ കൺവീനിയൻസിന് അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പൽസറി ഡെപ്റ്റിൽ വരുമ്പോൾ എന്താണ്, അതൊരു ലീഗൽ
ലീഗൽ ഒബ്ലിഗേഷൻസിൽ ഒരു ഫോഴ്സോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ദീസ് ആർ ഡെപ്റ്റ്സ് ദാറ്റ് ആർ നോട്ട് സബ്സ്ക്രൈബ് ടു വോളണ്ടറിലി ബട്ട് ആർ മാൻഡേറ്റ് ഓർ എൻഫോഴ്സ്ഡ് ബൈ ലോ. ഹൗഎവർ കമ്പൽസറി ഡെപ്റ്റ്സ് ആർ ഓഫൺ അൺപോപ്പുലർ ഇൻ മോഡേൺ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ്. അപ്പോൾ ഈ ഒരു കമ്പൽസറി ഡെപ്റ്റ് എന്ന് പറയുന്നത് മോഡേൺ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ അത്രയധികം പോപ്പുലർ അല്ല. കാരണം ഒരു അത്രയും വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാണ്, ഈ ഒരു മോഡേൺ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലുള്ളവർക്ക് ഈ ഒരു കമ്പൽസറി ഡെപ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബഡ്ജറ്റ്, എന്താണ് അതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെയാണ്. Budgets are indeed a fundamental tool in financial administration, providing a structured framework for managing a government finance. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിന് ആ കാര്യങ്ങളൊക്കെ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് കീ പർപ്പസ് കൊടുത്തിട്ടുണ്ട്. അതായത് റെക്കോർഡ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ്. ഈ ബഡ്ജറ്റിലാണ് പഴയ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പഴയ പെർഫോമൻസ്, ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ തന്നെ ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. കറൻറ്റ് കൺട്രോളിനെ കുറിച്ച് പറയും, പ്രൊജക്ഷൻ ഓഫ് ഫ്യൂച്ചർ പ്ലാൻസ്, അതുപോലെ റവന്യൂ കളക്ഷൻ, റിസോഴ്സ് അലോക്കേഷൻ ഒക്കെ തന്നെ ഇതിൻ്റെ കീ പർപ്പസസ് ആണ്. ഇനി റെക്കോർഡ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ്സ് ഹെൽപ്സ് ട്രാക്ക് ആൻഡ് റെക്കോർഡ് പാസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഓഫറിംഗ് ഇൻസൈറ്റ്സ് ഇൻ ടു ഹൗ ഫണ്ട്സ് വെർ അലോക്കേറ്റഡ് ആൻഡ് സ്പെൻഡ് ഇൻ പ്രീവിയസ് പീരീഡ്സ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ബഡ്ജറ്റിൽ നമ്മുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യോഗം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പറയില്ലേ, അതേ സാധനം തന്നെയാണ് ബഡ്ജറ്റിലും പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെ, അതായത് അവരുടെ ചെലവുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. കറൻസി കൺട്രോളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ്സ് ആക്ട് എസ് എ റിയൽ ടൈം കൺട്രോൾ മെക്കാനിസം. അതുപോലെ തന്നെ എനാബിളിംഗ് ഗവൺമെൻറ്റ്സ് ടു മോണിറ്റർ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ കളക്ഷൻ ഡ്യൂറിങ് ദ ഫിസ്ക്കൽ ഇയർ. ഒരു ഫിസ്ക്കൽ ഇയറിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും റവന്യൂ കളക്ഷനും എല്ലാ കാര്യങ്ങളും തന്നെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതും ഈ ഒരു ബഡ്ജറ്റിൻ്റെ പെടുന്ന ഒന്നാണ്. അതുപോലെ ദിസ് കൺട്രോൾ ഹെൽപ്സ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ യൂസ്ഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇൻ ലൈൻ വിത്ത് ദ അപ്രൂവ്ഡ് ബഡ്ജറ്ററി അലോക്കേഷൻസ്. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. ബഡ്ജറ്റ് സെർവ്സ് എസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്ലാൻസ്. അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തിൽ ഉണ്ടാവാൻ പോകുന്ന അതായത് നമ്മൾ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ പ്ലാൻസിനെ കുറിച്ചുള്ളൊരു ബ്ലൂ പ്രിൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ദ ഔട്ട്ലൈൻ the government's financial priorities, including proposed expenditure on various programs and projects. ഇനി റവന്യൂ കളക്ഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ്സ് പ്രൊവൈഡ് പ്രപ്പോസൽ ഫോർ റവന്യൂ കളക്ഷൻ ഡീറ്റെയിലിംഗ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ദ ഗവൺമെൻറ് ആൻറ്റിസിപ്പേറ്റ്സ്, അതുപോലെ സച്ച് ടാക്സ്, ഫീസ്, ഗ്രാൻസ്, ഇതൊക്കെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ രീതിയിലുള്ള റവന്യൂ കളക്ഷനിലുള്ള കാര്യങ്ങളെന്ന് കൂടി പറയുന്നുണ്ട്. റിസോഴ്സ് അലോക്കേഷൻ ഇതുപോലെ തന്നെയാണ്. ബഡ്ജറ്റ്സ് അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എമംഗ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. സോ ഇതൊക്കെയാണ് ബഡ്ജറ്റിൻ്റെ ഒരു കീ പേർപ്പസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. അടുത്ത് പറയുന്നത് എന്താണ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്നാണ്. നമുക്ക് ഒരുപാട് ബഡ്ജറ്റുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. ഇതിൽ 1-2 അതിൻ്റെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്. പിന്നെ അത് ഓരോന്ന് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ 2 മാർക്ക് ക്വസ്റ്റിന്. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ബഡ്ജറ്റ്സ് എന്ന് പറയാം. These are like a separate wallets of different parts of government spending such as education, health care and defense. അതായത് ഈ ഒരു ബഡ്ജറ്റിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആവട്ടെ, ഡിഫൻസ് ആവട്ടെ, ഇവിടെയൊക്കെ തന്നെ സെപ്പറേറ്റ് ഒരു വാളറ്റ്സ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ പല സെക്ടർ വൈസ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ദേ പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് വെർ മണി ഗോസ് which help us see how will each area is doing. അതായത് എങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മണിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ഓരോ ഏരിയയിലും എങ്ങനെ വർക്ക് ചെയ്തു എന്നൊക്കെ അതിൽ പറയും. അതുപോലെ ഇറ്റ്സ് ലൈക്ക് ഹാവിങ് ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് മേക്ക് ഇറ്റ് ക്ലിയർ വെർ യുവർ മണി ഈസ് ഗോയിങ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരാൾക്കൊരു ബിസിനസ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും എന്ന് വിചാരിക്കുക. ബിസിനസ്സിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബിസിനസ് അക്കൗണ്ടിലേക്ക് നടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളെടുക്കുക പോലും എവിടെയൊക്കെ കറക്റ്റായിട്ട് ഇൻകം പോകുന്നുണ്ട്, എത്രയൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതുമായിട്ടൊരു മറ്റേത് പറയുമ്പോൾ പേഴ്സണൽ എന്ന് പറയുന്നൊരു വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഹെൽത്ത് കെയർ വയ്ക്കുന്ന പോലെ. അപ്പോൾ ഡിഫൻസിൽ എത്ര പോകുന്നുണ്ട് എന്ന് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കില്ലേ. അതാണ് ഒരു മൾട്ടിപ്പിൾ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി യൂണിഫൈഡ്
യൂണിഫൈഡ് ബഡ്ജറ്റിൽ പറയുന്നത് ദിസ് ഈസ് ലൈക്ക് ഹാവിങ് വൺ ബിഗ് വാലറ്റ് ഫോർ ഓൾ യുവർ മണി വേർ യു പുട്ട് എവറിത്തിങ് ടുഗെദർ. യൂണിഫൈഡ് ബഡ്ജറ്റിൽ നിങ്ങളുടെ പേഴ്സിൽ എല്ലാ മണിയും എല്ലാ ഭാഗത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് സൂക്ഷിക്കുക. അതിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിനെയാണ് യൂണിഫൈഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് എ ബിഗ് പിക്ചർ വ്യൂ ഓഫ് വെർ ഓൾ ദ മണി കംസ് ഫ്രം വെർ ഇറ്റ് ഈസ് ഗോയിങ്. അതായത് മൊത്തത്തിലായിരിക്കും. അതായത് ഇപ്പം നമ്മൾ മറ്റേ ബിസിനസ് അക്കൗണ്ടിലെയും പേഴ്സണൽ അക്കൗണ്ടിലെയും പറയുമ്പോൾ എല്ലാം കൂടി ഒറ്റ അക്കൗണ്ടിലാണ്. ഇപ്പോൾ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഷോപ്പിങ്ങും ഹോട്ടലിൽ പോകുന്ന ചിലവും അതും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇതും അതിൽ നിന്നും ഇതിലേക്ക് പോകുന്നുണ്ട്. ബിസിനസ് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും പല ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. മൊത്തം കൂടിയിട്ടുള്ളൊരു വ്യൂ ആണ് അതിൽ കിട്ടുന്നത്. അതായത് ഒരാളുടെ ലൈഫിലായപ്പോൾ അയാളുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ മൊത്തം കിട്ടുന്ന പൈസയും അതെങ്ങനെ മൊത്തത്തിൽ പോകുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്ന പോലെയാണ് യൂണിഫൈഡ് ബഡ്ജറ്റിൽ പറയുന്നത്. ദിസ് ക്യാൻ ബി ഹാൻഡി ഇൻ എമർജൻസീസ് ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു മാനേജ് ഓവറോൾ ഫിനാൻസസ്. ഇനി അടുത്തത് എന്താണ് കൺവെൻഷണൽ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ദിസ് ബഡ്ജറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ബേസ്ഡ് ഓൺ പ്രോമിസസ് ടു പേ. It only includes the money the government owns. It does not show the actual flow of cash in and out, which can distort the true financial picture of the government's activities. അതായത് ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻകവും എക്സ്പെൻസസും ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബേസിസിൽ പറയുന്ന ഒരു ബഡ്ജറ്റാണെന്ന് പറയാം. അതായത് ഗവൺമെൻറ്റിൽ എത്രത്തോളം മണി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ആക്ച്വൽ ഫ്ലോനെ കുറിച്ച് ഇതിൽ പറയുന്നില്ല. അതായത് ക്യാഷ് ഇൻ ചെയ്യുന്നതും ഔട്ട് ചെയ്യുന്നതിനുമായിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പിക്ചർ ഇതിൽ കൊടുക്കുന്നില്ല. പക്ഷേ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഓൺസ്, അതായത് അതിൻ്റേതായിട്ടുള്ള മണി കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കൺവെൻഷണൽ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. ഇനി ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ദ ബഡ്ജറ്റ് റെക്കോർഡ്സ് ഓൾ ദ ആക്ച്വൽ ക്യാഷ് കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ട് ഓഫ് ദ ഗവൺമെൻറ് ഇൻക്ലൂഡിങ് മണി നോട്ട് ഓൺ ബൈ ദ ഗവൺമെൻറ്. അതായത് ഇതിൽ എല്ലാ റെക്കോർഡുകളും പറയുന്നുണ്ട്. അതായത് എത്രത്തോളം ക്യാഷ് വരുന്നു, എത്രത്തോളം ക്യാഷ് പോകുന്നു ഗവൺമെൻറ്റിൽ നിന്ന്, അതെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള മണി മാത്രമല്ല എന്നും കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് എ മോർ ആക്യുറേറ്റ് വ്യൂ ഓഫ് ദ റിയൽ ക്യാഷ് ഫ്ലോ. അതായത് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു റിയൽ സെൻസിലാണ് ഇത് പറയുന്നത്. ദിസ് ക്യാഷ് ബഡ്ജറ്റ് ഈസ് യൂഷ്വലി ലാർജർ ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് പ്രൊവൈഡിങ് എ ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട്സ് ഹാപ്പനിങ്. ഒരു പ്രത്യേക തരത്തിലുള്ള റെപ്രസെൻറ്റേഷനിലൂടെ ക്യാഷ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം റിയൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്, എത്രത്തോളം ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ മൊത്തത്തിൽ ഒരു ബഡ്ജറ്റിലൂടെ പറയുന്നതാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റവന്യൂ ബഡ്ജറ്റ്, എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നാണ്. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദിസ് പാർട്ട് ഓഫ് ബഡ്ജറ്റ് ഡീൽസ് വിത്ത് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഓഫ് റിക്കറിംഗ് നേച്ചർ. It covers regular expenses like salaries, pensions, maintenance costs and everyday operations. The money for these expenses usually come from taxation and non-tax sources. Think of it managing day-to-day household expenses like groceries and bills. അതായത് റവന്യൂ ബഡ്ജറ്റ് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മൊത്തത്തിലൊരു ബഡ്ജറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബില്ലുകൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രോസറീസ് വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലൊരു വീട്ടിലുണ്ടാകുന്ന കുറേ ബില്ലുകൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം കൂടി എങ്ങനെ, അതായത് ഡേ ടു ഡേ ബേസിസിലാണ് അത് പറയുന്നത്. ഇന്ന് കടയിൽ നിന്ന് ഇത്ര സാധനങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ ഇന്ന ഷോപ്പിൽ പോയിട്ട് ഇന്ന രീതിയിൽ ഷോപ്പ് ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലർ എക്സ്പെൻസസ് ഉണ്ടാവും. ഒരു ഫേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണത് പറയുന്നത്. അപ്പോൾ ഒരു ഫേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സാലറീസ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒരു റെഗുലർ ബേസിസിൽ നടക്കുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറീസ് കൊടുക്കണം, പിന്നെ മറ്റുള്ളവർക്ക് പെൻഷൻ കൊടുക്കണം, മെയിൻ്റനൻസ് കോസ്റ്റ് വേറെ ഉണ്ട്, അതുപോലെ എവരിയുടെ ഓപ്പറേഷൻസിന് എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഒരൊറ്റ ഇതിൽ രീതി പറയുന്നതിനാണ് റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഫോക്കസസ് ഓൺ എക്സ്പെൻസസ് ആൻഡ് ഇൻകം റിലേറ്റഡ് ടു അക്വയറിംഗ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ മേലുള്ള എന്താണ് ഇൻകം റിലേറ്റഡ്, അതായത് ഇൻകവും എക്സ്പെൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റിനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് സ്പെൻഡിങ് ഓൺ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്സ്, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. എന്താണ് ക്യാപിറ്റൽ എന്ന് നമുക്കറിയാം, അതായത് മൂലധനം. ഇപ്പോൾ ഒരു ഫേമിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കണം കേട്ടോ. അതിൽ ഏറ്റവും എളുപ്പത്തിൽ പറയുമ്പോഴാണ് ഒരു ഫേമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ കൊടുക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് പറയുന്ന സമയത്ത് ആ ഒരു ഫേമിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിലേക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് എവിടെയായിരിക്കും?
ക്യാപിറ്റൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെൻറ്റ്സിലൊക്കെ തന്നെ എത്രത്തോളം നടത്തിയിട്ടുണ്ട്, സ്പെൻഡിങ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബഡ്ജറ്റിലൂടെ പറയുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഫണ്ടിങ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻസസ് ഓഫൺ കം ഫ്രം ബോറോവിങ്, സെല്ലിംഗ് അസറ്റ്സ് ഓർ എക്സ്റ്റേണൽ സോഴ്സസിലൊക്കെ ഫോറിൻ ലോൺസ്. അതായത് ഇതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ വരുന്നത് ചിലപ്പോൾ ബോറോ ചെയ്തിട്ടായിരിക്കാം, അസറ്റ്സ് സെല്ല് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ടുള്ള ഫോറിൻ കൺട്രീസിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിൻ ലോൺസ് എന്നൊക്കെ ആയിരിക്കാം ഈ ഒരെണ്ണം വരുന്നുണ്ടാവുക. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്താണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന്. അതായത് ബാലൻസ് ബഡ്ജറ്റ് വളരെ എളുപ്പമാണ്. അതായത് റവന്യൂ അതിൻ്റെ എക്സ്പെൻഡിച്ചറും ഇൻകവും അതിൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ തന്നെ ഈക്വൽ ആയിട്ടിരിക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം ഇൻകം വരുന്നു അതിനനുസരിച്ചുള്ള എക്സ്പെൻഡിച്ചറേ നമുക്കുള്ളൂ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് മാനേജിങ് യുവർ മന്ത്ലി എക്സ്പെൻസസ്. അതായത് നമ്മുടെ എത്രത്തോളം നമ്മൾ മണി ഏൺ ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ, അപ്പോൾ അതിൽ നമുക്ക് എത്രത്തോളം എക്സ്പെൻഡിച്ചർ വരുന്നു അത് ഈക്വൽ ആയിട്ടിരിക്കാം. ഒരു എക്സ്ട്രാ ആയിട്ടൊന്നും ഡെഫിസിറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു സാധനമാണ് ബാലൻസ് ബഡ്ജറ്റ്. അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അൺബാലൻസ്ഡ് ബഡ്ജറ്റ് ഒക്കേഴ്സ് വെൻ എ ഗവൺമെൻറ്റ്സ് ഇൻകം ഡസ് നോട്ട് മാച്ച് ഇൻ സ്പെൻഡിങ്. ആ സ്പെൻഡിങ് ആയിട്ട് മാച്ച് ചെയ്യാണ്ടിരിക്കുമ്പോൾ, അതായത് ഇൻകവും ആ സ്പെൻഡിങ്ങും തമ്മിലൊരു വലിയ ബന്ധമില്ലാത്ത രീതിയിൽ പറയുന്നതിനെയാണ് അൺബാലൻസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുക. ചില സമയത്ത് നമുക്ക് ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും നമുക്ക് പൈസ കിട്ടാറില്ല, പക്ഷെ അതിനേക്കാൾ അധികം നമുക്ക് എക്സ്പെൻസ് വരാറുണ്ട്. അതിനെയാണ് നമ്മളിപ്പോൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. സോ ഇഫ് ദ ഗവൺമെൻറ് സ്പെൻഡ് മോർ ദാൻ ഇറ്റ്സ് ഏൺസ് ഇറ്റ്സ് കോൾഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണ് എന്താണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്നുള്ളത്. അതായത് ഗവൺമെൻറ് ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് പോയിട്ട് അപ്പുറത്ത് എക്സ്പെൻസ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ഈസ് റണ്ണിങ് ഷോർട്ട് ഓൺ മണി, like spending more than you making a month or needing a borrow a dip into savings and to cover the differences. അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു മന്ത് എൻഡ് ആകുമ്പോൾ, ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഒരു മന്ത് എൻഡ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സ്പെൻസിനനുസരിച്ചുള്ള ഏർണിങ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏർണിങ്സിനനുസരിച്ചിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബോറോ ചെയ്തിട്ട് നമ്മളൊക്കെ ഒപ്പിക്കാൻ നോക്കും. അതുതന്നെയാണ് ഇവിടെ ഗവൺമെൻറ്റും ചെയ്യുന്നത്. അതുപോലെ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ഏൺ ചെയ്യുന്നതിനേക്കാളും കുറച്ചാണ് അവർക്ക് സ്പെൻഡിങ്സ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഏർണിങ്സ് അവിടെ കൂടുതലായിട്ട് നിൽക്കും, നമ്മുടെ സേവിങ്സ് അവിടെ കൂടുതലായിട്ട് നിൽക്കും. ഇതിനാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ഇറ്റ് ഹാസ് എക്സ്ട്രാ മണി. അവിടെ എക്സ്ട്രാ മണി ഉണ്ടാവും, ലൈക്ക് സേവിങ്സ്. ആ ഒരു മന്തിൽ നമ്മൾ സേവിങ്സ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു 10,000 നമുക്ക് സാലറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു 7,000 ആണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, സ്പെൻഡിങ്സ് ഉണ്ടാവുള്ളൂ. ബാക്കി 3,000 അവിടെ സേവിങ്സ് ആണ്. ആ ഒരു രീതിയിൽ എടുക്കുന്നതിനാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനിയും കുറച്ചുകൂടി ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. എന്തെങ്കിലും കൺസെപ്റ്റുകൾ മനസ്സിലാവുകയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റുകൾ ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമൊക്കെ ആവാറായി, അപ്പോൾ അതുകൊണ്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യുക.